ഹായ് ഫ്രണ്ട്സ്, തിങ്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മെഹജബി. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ഹൈഡ്രാഞ്ചിയ ഫ്ലവർ ഉണ്ടാക്കുന്ന രീതി കാണിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഹൈഡ്രാഞ്ചിയ ഫ്ലവർ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെക്കാം. ഈ പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് എന്ത് പ്ലാന്റ് ആണെന്ന്. ഇതൊരു ഹൈഡ്രാഞ്ചിയയുടെ ഒരു പ്ലാന്റ് ആണ്. അതിൽ നമ്മൾ എങ്ങനെ ഈ ഫ്ലവർ ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ തോന്നിക്കാണും ഇതിൻ്റെ ഫ്ലവർ തന്നെയാണെന്ന്, അല്ലേ? എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമ്മുടെ വീട്ടിലുള്ള ഈ പ്ലാന്റ്സിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങനെ ഇത് കുറച്ച് നാളിങ്ങനെ വെക്കാവുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ ഫ്ലവർ തന്നെയാണെന്നല്ലേ പറയും. നോക്കിയേ, അതിമനോഹരമായ ഹൈഡ്രാഞ്ചിയ ഫ്ലവർ നമുക്ക് ഈസി ആയിട്ട് വേസ്റ്റ് തുണിയിൽ നിന്നും ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് കാണാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരുപാട് നാളായി ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ട്. ഇനി എല്ലാ ദിവസവും 2 മണി കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 3-3:30 നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 12 മണി കഴിഞ്ഞിടും. എന്തായാലും 2 മണി കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പ്രതീക്ഷിക്കാം. ഇനിയും കുറച്ചേറെ ഫ്ലവർ നമുക്ക് പഠിക്കാനുണ്ട് വേസ്റ്റ് തുണിയിൽ നിന്നും. നിങ്ങൾക്കിതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻസുകൾ ഇടുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ആദ്യമായി നമ്മളൊരു വേസ്റ്റ് തുണി എടുക്കുകയാണ്. ഞാൻ ആദ്യം വയലറ്റ് കളർ വേസ്റ്റ് തുണി എടുത്തിരുന്നതാണ്. ഇത് കണ്ടില്ലേ, അതിന് ഇത്രയും ഫ്ലവർ ഉണ്ടാക്കിയപ്പോൾ ആ തുണി അങ്ങ് തീർന്നു. ഇനി നമുക്ക് വേറൊരു കളർ എടുക്കാം. ഞാനത് എടുത്ത് ചെറിയൊരു പീസ് ഒന്ന് വെട്ടിയെടുക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും വീതിക്ക് നിങ്ങൾക്കൊരു പീസ് തുണി വെട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നീളത്തിലെടുക്കണ്ട. ഒരുപാട് നീളത്തിലെടുത്താൽ നിങ്ങൾക്ക് ചിലപ്പം കൈ കൊണ്ട് ഇത് വെട്ടിയെടുക്കുമ്പോൾ ശരിയാവത്തില്ല. അതുകൊണ്ട് ചെറിയൊരു പീസ് എടുക്കുക. ഞാനാണെങ്കിൽ ഇത് നമ്മുടെ കട്ടൻ കടയിലെ കട്ടിംഗ് മെഷീൻ വെച്ചാണ് ആദ്യം കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് അങ്ങനെ കട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഒരുപാട് സെയിൽ ചെയ്യാൻ പറ്റും. ഈ ഫ്ലവർ കട്ടിംഗ് മെഷീൻ മേടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഇഷ്ടം പോലെ സെയിൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കണം. ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് മടക്കി, അങ്ങനെ കുറേ മടക്കിയതിന് ശേഷം ഇതുപോലെ മടക്കി, ഇങ്ങനെ മടക്കിയതിന് ശേഷമാണ് നമ്മൾ കട്ടിംഗ് മെഷീനിൽ വെച്ച് 2 സൈഡും കട്ട് ചെയ്ത് വിടുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ രണ്ടായിട്ടൊന്ന് റൗണ്ട് കട്ട് ചെയ്ത് വിടണം. 2 സൈഡും ഇതുപോലെ ഒന്ന് കുഴിച്ച് വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം. കട്ടിംഗ് മെഷീനിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇവിടെ താഴോട്ട് ശകലവും കൂടി ഇങ്ങനെ ഒന്ന് കുഴിച്ച് വെട്ടണം. ഈ വെട്ടുന്നതിലിരിക്കുകയാണ്, റൗണ്ട് വരുന്നതിലിരിക്കുകയാണ് ഇതിൻ്റെ ആ പെറ്റൽസൊക്കെ നല്ല അടിപൊളിയായിട്ട് വരാൻ. കണ്ടോ, ഇതുപോലെ വെട്ടിയിട്ട് വീണ്ടും നമ്മൾ ഈ സൈഡ് കൂടെ എടുക്കുക. ഈ സൈഡും ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അകത്തോട്ട് കയറ്റി റൗണ്ട് ഷേപ്പിൽ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അതുപോലെ ഞാൻ ആ മെഷീനിൽ കട്ട് ചെയ്തത് ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടേ, ഇത് കണ്ടോ, മെഷീനിലാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ലീഫ് നല്ല നീറ്റായിട്ട് കിട്ടും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടേ, നമ്മൾ കൈകൊണ്ട് വെട്ടുമ്പോൾ ഇതുപോലെയും കിട്ടും. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ തയ്യൽ മെഷീനിൽ സൈഡ് ഇങ്ങനെ അടിച്ചെടുക്കാം. എളുപ്പം ഫ്ലവർ ആക്കി മാറ്റാൻ പറ്റും. തയ്യൽ മെഷീനിൽ നമ്മൾ ഈ സൈഡ് അടിച്ചെടുക്കാമെങ്കിൽ തയ്യൽ മെഷീനിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു നെറ്റിൻ്റെ ഒരു ചെറിയ പീസ് എടുക്കാം. നെറ്റിൻ്റെ ചെറിയ പീസിലാണ് ഇത് ചെയ്യുന്നത്. ഈ സിംബ വന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ശല്യം ചെയ്യുക. വേണ്ടേ, ഇങ്ങനെ ഒരു ചെറിയ പീസ് എടുക്കുക. എടുത്തിട്ട് നമ്മൾ തയ്യൽ മെഷീനിൽ തയ്ക്കുന്നില്ലെങ്കിൽ സൂചി നൂലും ആയാലും മതി. ഞാൻ സൂചി നൂലിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും വീട്ടിൽ തയ്യൽ മെഷീൻ കാണത്തില്ലല്ലോ. നമ്മുടെ വീട്ടിൽ വെക്കാൻ സൂചി നൂലും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് ഈ എൻഡ് തൊട്ട് അങ്ങേ എൻഡ് വരെ മടക്കി ഒന്ന് തയ്ച്ചെടുക്കാം. ഞാൻ തയ്ച്ചെടുക്കുകയാണ്. താണ്ടെ, ഞാൻ ആ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ എൻഡ് വരെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. തയ്ച്ചെടുത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇതിനെ നമുക്ക് തയ്യൽ മെഷീനിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് ഒരു പൂവിൻ്റെ ആകൃതിയിൽ തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കാം. അതുകൊണ്ട് ഇതിങ്ങനെ തയ്ച്ചിട്ട് വീണ്ടും ഇങ്ങനെ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ വെക്കുക, അടിയിലോട്ട് വെക്കുക, വീണ്ടും ഇങ്ങനെ. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് എളുപ്പമെന്ന് പറയുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് നൂത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചിരിക്കും. ഇതിനേക്കാൾ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക്
നെറ്റെടുക്കുക, വീണ്ടും സൂചി എടുക്കുക, സൂചിക്ക് ഈ സൈഡ് തയ്ച്ചു കൊടുക്കണം, വീണ്ടും ഇങ്ങനെ എടുക്കുക. അങ്ങനെ തയ്ച്ച് ദാണ്ട് ഇതുപോലെ തയ്ച്ചെടുക്കണം. എളുപ്പമാണ്. കുറച്ചേറെ വേണം, ഇച്ചിരി ബുദ്ധിമുട്ടിയെങ്കിലേ നമുക്കിതിങ്ങനെ ചെയ്യാനൊക്കും. മിഷനിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇതും ഇങ്ങനെ ഉണ്ടല്ലോ. തയ്ക്കുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് തയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗം ഉപയോഗിച്ചാൽ മതി. ഫാബ്രിക് ഗമ്മ് കിട്ടും, ഗമ്മിനിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് മാറ്റാം. അതും എളുപ്പമാണ് കേട്ടോ, ഫാബ്രിക് ഗമ്മിന് ഒട്ടിച്ചൊട്ടിച്ച് മാറ്റുന്നത്. ഉണ്ട്, ഇങ്ങനെ ഒട്ടിച്ച് വീണ്ടും ഇങ്ങനെ ഒട്ടിച്ച് വീണ്ടും ഇങ്ങനെ ഒട്ടിച്ച് ഈ ഗമ്മ് വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഒരു നല്ലൊരു പൂവാക്കി മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കുറേ ഞാൻ ഇത് വലുതായിട്ടുള്ള ഫ്ലവറിന് വെട്ടിയതാണ്. ഇതിൻ്റെ നമ്മുടെ കട്ടൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ഇതിൻ്റെ മെഷീൻ കിട്ടും, കട്ട് ചെയ്തെടുക്കുന്ന ആ മെഷീന് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അടുപ്പിച്ച് നമുക്ക് ഗമ്മുണ്ടെങ്കിലോ ഒക്കെ വെക്കാം. ഇത് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് സൂചി നൂലിനും താഴ്വശം ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി, പെട്ടെന്നങ്ങ് ഇതാക്കി മാറ്റാൻ പറ്റും. ഇതുപോലെ അടുക്കി ഞാൻ ഇങ്ങനെ ചെയ്തതാണ്, ഞാൻ നിങ്ങളെ കാണിക്കാൻ. ഇതുണ്ട്, ഒരു നെറ്റിൻ്റെ ഇതെടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ, അന്നേരം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാനിതെല്ലാം തയ്യൽ മെഷീനിലാണ് അടിക്കുന്നത്. തയ്യൽ മെഷീനിലാകുമ്പോൾ ഞാൻ നിങ്ങളെ ഇനി ഒരു ദിവസം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തയ്യൽ മെഷീനിനെടുത്തിട്ട് ഇതിന് ആ സ്റ്റിക്ക് പിടിപ്പിക്കുന്നതും ടേപ്പ് ചുറ്റുന്നതും ആ വലിയ ഫ്ലവറായിട്ടാക്കി എടുക്കുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഉണ്ടേ, ഇതുപോലെ നമുക്ക് പൂവാക്കിയെടുക്കാം. അതുപോലെ ഞാൻ പൂവാക്കി ഇങ്ങനെ എടുത്തതാണ് ഗമ്മ് വെച്ച്. തയ്യൽ മെഷീനിൽ ഞാൻ ചെയ്തത് കാണിക്കാം. ഉണ്ടേ, തയ്യൽ മെഷീനിൽ വെച്ച് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും. തയ്യൽ മെഷീനിൽ അടിക്കുന്നത് അകത്തൂടെ പൂ പോലെ നമുക്കിങ്ങനെ വളച്ച് കൊടുത്താൽ മതി. ആകെ ഇങ്ങനെ ഇരിക്കും. ഇതിനകത്തോട്ട് വെച്ച് നമുക്കിങ്ങനെ അങ്ങ് ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പമാണ്, കണ്ടോ എന്തെളുപ്പമാണെന്ന് നോക്കി. അത് നേരെ ഈ ഫ്ലവർ ഇതിൻ്റെ പുറത്തൂടെ അകത്തൂടെ നമുക്ക് തയ്ക്കണ്ട, നേരെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തയ്ച്ച് പോയാൽ മതി. ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടാം. നേരെ ഇത് വേണ്ട ഇതിങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് സൂചി നൂലും തയ്ക്കുവാണെങ്കിൽ ഇത് ജോയിൻറ്റ് ചെയ്ത് തയ്ക്കാം. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചങ്ങ് അടിച്ചാൽ മാത്രം മതി. വീണ്ടും അതിങ്ങനെ മടക്കുക, വീണ്ടും ഒരു പീസ് ഇങ്ങനെ അങ്ങോട്ട് ചരിച്ച് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കുക, വീണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് വീണ്ടും ഇങ്ങനെ നടുക്കൂടെ തയ്ക്കുക. തയ്യൽ മെഷീനിന് എളുപ്പമാണ്. ഇങ്ങനെ പിടിച്ചിട്ട് മെഷീനിൽ ആ സൂചി ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ തുണി ഇങ്ങനെ തിരിച്ചിട്ട് ആ മെഷീൻ്റെ നീഡിൽ മുകളിലോട്ട് പൊക്കിയിട്ട് വീണ്ടും തിരിച്ച് തയ്ക്കുക. അങ്ങനെ തയ്ച്ച് എടുത്തതാണ് ഞാനിത്. കണ്ടോ എളുപ്പമാണ്. ഇങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം ഇതിനെ രണ്ടിനെ ഈ ഭാഗത്തൂടെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അകത്തൂടെ കമ്പി കയറ്റിയിട്ട് നല്ലതുപോലെ ടേപ്പ് ചുറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഹൈഡ്രേഞ്ചിയ ഫ്ലവർ കൂട്ടി എടുക്കുന്നത്. അന്നേരം എന്തെളുപ്പമാണെന്നറിയാമോ, നമുക്ക് സൂചി നൂലിനാകുമ്പോൾ നമ്മളിങ്ങനെ സൈഡ് ചരിച്ചിട്ട് സൈഡ് ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. അതിൽ എളുപ്പമാണ് നമുക്ക് ഈ ഓരോ ഫ്ലവറിൻ്റെയും ഇതിങ്ങനെ വിരിച്ച് നമുക്കിങ്ങനെ വെച്ചിട്ട് തയ്ക്കുന്നത്. അതാകുമ്പം എളുപ്പമാണ്. സെൻറ്ററിൽ കൂടി ഇങ്ങനെ തയ്ച്ച് പോയിട്ട് വീണ്ടും നമ്മൾ സൂചി ഇങ്ങനെ തിരിച്ചതിന് ശേഷം വീണ്ടും ഇതിനെ തിരിച്ച് വെച്ച് തയ്ക്കുക. വീണ്ടും ഈ തുണി ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് വെച്ച് വീണ്ടും തയ്ക്കുക. അങ്ങനെ തയ്ച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ആയി കിട്ടും. അടുപ്പിച്ച് വെച്ച് നമ്മൾ മെഷീനിൽ തയ്ച്ചാൽ മാത്രം മതി. പിന്നെ ഒരു ചെറിയ രീതിയിൽ ഈർക്കിൽ തണ്ട് ഒടിച്ചെടുത്താലും നമുക്ക് ഇതിനകത്തൂടെ വെച്ചിട്ട് പൂവാക്കി മാറ്റാൻ പറ്റും. അതിമനോഹരമായ ഹൈഡ്രേഞ്ചിയ ഫ്ലവർ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ്ട ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത് ഒരു ഹൈഡ്രേഞ്ചിയയുടെ ഒരു പ്ലാന്റാണ്. അതിലേക്ക് ഞാനിങ്ങനെ വെക്കുകയാണ്. നമുക്കിങ്ങനെ വെക്കാം. എത്രയോ പേര് ഞാനിങ്ങനെ വെക്കുന്നത് കണ്ടിട്ട് ഇതിൻ്റെ ഫ്ലവറായി ഇതിൻ്റെ ഒരു തണ്ട് തരുമോ എന്ന് ചോദിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അത് ഇങ്ങനെയല്ല ഇത്രയും നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത് ചുമ്മാ അത് വെച്ചിട്ട് ഒരു ദിവസം വെച്ചിട്ട് ഞാൻ ഈ മഴ ആയതുകൊണ്ട് എടുത്തിട്ട് പിന്നെ അത് വീണ്ടും കമ്പി ചുറ്റി ടേപ്പ് ചുറ്റിട്ട് ഞാനത് സെയിൽ ചെയ്തു. ഇതുപോലെ നമുക്ക് ഉത്തര മാർച്ച് സിൽക്കിൻ്റെ തുണിയിലൊക്കെ ഉണ്ടാക്കിയാൽ ഇഷ്ടം പോലെ ദിവസം ഇരിക്കും. ഇത് കണ്ടോ, ഇത് സിൽക്കിൻ്റെ തുണിയിൽ ഉണ്ടാക്കിയാണ്. സിൽക്കിൻ്റെ തുണിയിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് നാളിരിക്കും. ഇത് ഞാൻ മീറ്റർ കണക്കിന് വാങ്ങിക്കുന്നതായിരുന്നു. ഇത് ഉണ്ടാക്കി തീർന്നു. ഈ കളറാണ് ഏറ്റവും നല്ലത്. ഈ കളർ ഞാൻ പിങ്ക് കളറും വെച്ചുണ്ടാക്കും. പിങ്ക് കളറും വൈറ്റ് കളറും ഉണ്ടാക്കും. ഇതിൻ്റെ വൈറ്റ് ഉണ്ടല്ലോ ഫ്ലവർ, അതുകൊണ്ട് വൈറ്റ്. നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി ഹൈഡ്രേഞ്ചിയ ഫ്ലവർ പോലെ ഇരിക്കുന്നില്ലേ.
ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും നാളത്തെ ദിവസം കാണാം. ഇൻഷാ അല്ലാ. ബൈ.